വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഫേസ് സിറമാണ് നോക്കാൻ പോകുന്നത്. റെറ്റിനോൾ ഫേസ് സിറമാണ് ഇന്ന് നോക്കുന്നത്. നമുക്കറിയാം റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നല്ല ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു കണ്ടന്റ് ആണ്. പക്ഷെ ഇത് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് റെറ്റിനോൾ സിറം യൂസ് ചെയ്യേണ്ടതെന്നും ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നും ഏതൊക്കെ സിറംസ് റെറ്റിനോൾ സിറംസിന്റെ കൂടെ യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്കിന്ന് വീഡിയോയിൽ നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു 30+ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്കിന്നിൽ ഒരുപാട് ചേഞ്ചസ് വരും. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സ്കിൻ തൂങ്ങിയ രീതിയിലാവുക, സാഗ് ചെയ്ത പോലെ വരിക. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ലൂസായിട്ടിരിക്കുക, സ്കിന്നിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ, എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് റെറ്റിനോൾ ആണ്. പക്ഷെ റെറ്റിനോൾ നമ്മൾ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് നല്ല നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുക. നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് പൊളിഞ്ഞു പോവുക, അതുപോലെ തന്നെ റെഡ്നെസ് വരിക, ഇറിറ്റേഷൻ വരിക, ചൊറിച്ചിൽ വരിക, സ്കിൻ ഭയങ്കര ഡള്ളായി മാറാനും പിഗ്മെന്റഡ് ആവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം എന്നതിന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർസെൻറ്റേജ് ആണ്. നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്ന ഒരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 0.1% റെറ്റിനോൾ സിറത്തിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുക. അത് തന്നെ വീക്ക്ലി 2 ഒക്കെ മതി. വീക്ക്ലി 2 തവണ മാത്രം ചെയ്യുക. നെക്സ്റ്റ് ഓരോ ആഴ്ചയും ഒരു ദിവസം കൂട്ടി എടുക്കുക. അടുത്ത ആഴ്ച ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീക്ക്ലി 3 ദിവസം ചെയ്യുക. അങ്ങനെ കൂട്ടി ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഡെയിലി നൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും രാവിലെ യൂസ് ചെയ്യരുത്. ഡെയിലി നൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ 2 തവണ മാത്രം യൂസ് ചെയ്യുക. അതോടൊപ്പം പെർസെൻറ്റേജ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 0.1% മാത്രം നമ്മൾ റെറ്റിനോൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി റെറ്റിനോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നന്നായി ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായി തുടച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ റെറ്റിനോൾ സിറം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ സ്കിന്ന് നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് റെറ്റിനോൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി റെറ്റിനോൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു 2 ഡ്രോപ്പ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യരുത്, ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ രാവിലെ പുറത്ത് പോകുന്നതിന് മുന്നേ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കരുത്. കാരണം നമ്മൾ റെറ്റിനോളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നല്ല ലൈറ്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം നിർബന്ധമായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സാൻഡ്വിച്ച് മെത്തേഡിലാണ് റെറ്റിനോൾ സിറം അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷം, ഫേസ് നന്നായി ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മോയ്സ്ചറൈസർ ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2-3 ഡ്രോപ്പ് മാത്രം റെറ്റിനോൾ യൂസ് ചെയ്യുക. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു, അതിനുശേഷം റെറ്റിനോൾ ഇട്ടു, പിന്നെയും മോയ്സ്ചറൈസർ ഇട്ടു. അതാണ് സാൻഡ്വിച്ച് മെത്തേഡ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. രാവിലെ പുറത്തു പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റെറ്റിനോൾ സിറം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രോഡക്ട്സ് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ സിറംസ് ഉണ്ടാവും, ടോണേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. കാരണം നമ്മുടെ സ്കിന്ന് വീണ്ടും എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റെഡ്നെസ് അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉള്ള സ്കിന്ന് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക. ഹൈലൂറോണിക് ആസിഡ് സിറംസ് ഒക്കെ പോലെയുള്ള സിറംസ്, ഹൈഡ്രേഷന് സഹായിക്കുന്ന സിറംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രോഡക്ട്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു സിറവുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാം. അതുവരെ ബൈ.